മിക്കുള്ളവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേനും ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നാൻ പാടില്ല, ഒരു ഹെവി ആയിട്ട് ഇരിക്കരുത്, എന്നാൽ ഫൗണ്ടേഷൻ വേണം. ചിലപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിനുശേഷം വല്ലാണ്ട് വേർപ്പുണ്ടാകുന്നു, ഫൗണ്ടേഷൻ ഇട്ടത് കൊണ്ടിട്ട് ഒത്തിരി വേർക്കുന്നുണ്ട്, ഇച്ചിനെസ് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ബജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡ്സിലേക്ക് വരുമ്പോൾ മെയിൻ തിങ് അതിന്റെ ഇൻഗ്രീഡിയൻസും മോളിക്യൂൾസും അത്യാവശ്യം വലുപ്പമുള്ളതായിരിക്കും, അതുകൊണ്ട് തന്നെ അതിന്റെ കൺസിസ്റ്റൻസി തിക്കായിരിക്കും. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബജറ്റ് ഫ്രണ്ട്ലി ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടില്ല. ഇനി എത്രയൊക്കെ ബ്രാൻഡ്സ് ക്ലൈം ചെയ്താലും അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ശരിക്കുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും അത് പറയില്ല. ഒത്തിരി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് പറയുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെയാണ്. പക്ഷെ ഇല്ല. ഇഫ് യു വാണ്ട് എ ലൈറ്റ് വെയിറ്റ് എവറിഡേ ഫൗണ്ടേഷൻ, ഇച്ചിങ് ഒന്നും ഇല്ലാണ്ട് ഒരു ചെറിയൊരു തിൻ ലെയർ തന്നെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ പക്ഷെ ബെറ്റർ സ്കിന്നായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് എ ലിറ്റിൽ മോർ മണി. സോ ഇതാണ് 2 ഫേസ്ഡിന്റെ ഫൗണ്ടേഷൻ ആണ് കറന്റ് ഐ എം യൂസിങ്. ഇത് കാരമൽ എന്ന ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം മറ്റുള്ള ഇപ്പൊ ബജറ്റ് ഫ്രണ്ട്ലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി, ഇത് ലക്ഷറി പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ, ഒരു ഇച്ചിരി ബജറ്റ് കുറച്ച് കൂടുതലാണ് സ്ലൈറ്റ്ലി. ബട്ട് സീരിയസ്ലി എവറിഡേ വെയർ ചെയ്താലും നിങ്ങൾക്ക് മേക്കപ്പിന്റെ യാതൊരു ഇഷ്യൂ, സെൻസിറ്റീവ് സ്കിന്നാണോ, നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുണ്ടോ, ഇതുപോലുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യൂ. നിങ്ങൾക്ക് പുട്ടി അടിച്ചതുപോലെ തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല, ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് ബ്രാൻഡ്.